ഇന്ന് നമുക്ക് കാലിഫോർണിയയിലെ ട്രേസിയിലെ കാഴ്ചകളൊന്ന് കാണാം. ട്രേസി എന്ന ഈ സിറ്റിയുടെ തുടക്കം ഒരു റെയിൽവേ ട്രാക്ക് ഈ പ്രദേശത്തു കൂടി കടന്നു പോയതോടെയാണ്. പിന്നീട് ട്രേസി റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സായി വളർന്നു. ഇവിടുത്തെ തദ്ദേശീയരായ ജനങ്ങളെ യോക്കൂട്ടുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവർ വളരെ സമാധാനപ്രിയരും സ്നേഹമുള്ളവരുമായിരുന്നു. വളരെ ലളിതമായ ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. ഇതാണ് ട്രേസിയിലെ കോസ്കോ ഹോൾസെയിൽ. മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ കോസ്കോയിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റൂ. കോസ്കോ എന്നത് ഒരു ഹോൾസെയിൽ ഷോപ്പാണ്. എല്ലാ സാധനങ്ങൾക്കും വളരെ വിലക്കുറവും നല്ല ക്വാളിറ്റിയുമാണ്. 600 ഷോപ്പുകൾ അമേരിക്കയിലുണ്ട്. മറ്റ് രാജ്യങ്ങളിലും കൂടി ടോട്ടൽ 876 കോസ്കോ ഷോപ്പുകളുണ്ട്. എന്ത് സാധനം വാങ്ങിയാലും അത് ബൾക്കായി വാങ്ങണം. റീറ്റെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കും പോലെ 1 2 ഒന്നും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അത് കുറേ അധികം ഐറ്റം ഉണ്ടാവും. നമുക്കത് മാസങ്ങളോളം ഉപയോഗിക്കാം. നമുക്ക് കുറേ സാധനങ്ങൾ ഇന്ന് ഇവിടുന്ന് വാങ്ങിക്കാനുണ്ട്. കോസ്കോയിൽ നിന്ന് വാങ്ങുന്ന മിക്ക സാധനങ്ങളും നമുക്കിഷ്ടമായില്ലെങ്കിൽ 90 ദിവസം വരെ നമുക്ക് തിരിച്ചു കൊടുക്കാം. കോസ്കോ ഫുൾ റീഫണ്ട് ചെയ്യും. ഞാൻ സ്ഥിരമായി സാധനങ്ങൾ വാങ്ങുന്നത് കോസ്കോയിൽ നിന്നാണ്. ഇതാണ് ഇന്ന് ഞാൻ വീട്ടിലേക്ക് വാങ്ങിച്ച സാധനങ്ങൾ. നിത്യോപയോഗ സാധനങ്ങളും കുടിവെള്ളവും ഒക്കെയാണ്. ഇതാണ് കോസ്കോയുടെ പെട്രോൾ പമ്പ്. ഈ സ്റ്റേഷനിൽ 24 പെട്രോൾ പമ്പുകളുണ്ട്. 24 വാഹനങ്ങൾക്ക് ഒരു സമയം ഇവിടെ നിന്ന് പെട്രോൾ അടിക്കാൻ പറ്റും. മറ്റു പെട്രോൾ പമ്പുകളെ അപേക്ഷിച്ച് കോസ്കോയുടെ പെട്രോളിന് നല്ല വിലക്കുറവുണ്ട്. $4.35 ഇന്നൊരു ഗ്യാലൻ പെട്രോളിൻ്റെ വില. ഇതാണ് വാൾമാർട്ട് സൂപ്പർ സെൻറ്റർ. വാൾമാർട്ടിൽ സാധനങ്ങൾക്ക് വളരെ വിലക്കുറവാണ്. 10586 സ്റ്റോറുകൾ വേൾഡ് വൈഡായിട്ടുള്ള ഒരു സ്ഥാപനമാണ് വാൾമാർട്ട്. ഫുഡ്, ക്ലോത്ത്സ്, ഗ്രോസറീസ്, മനുഷ്യന് ആവശ്യമുള്ള ഒരുവിധ എല്ലാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. വളരെ വലിപ്പമുള്ള ഒരു സൂപ്പർ സെൻ്ററാണ് വാൾമാർട്ട്. വാൾമാർട്ടിലും നമുക്ക് വാങ്ങിയ സാധനം ഇഷ്ടമായില്ലെങ്കിൽ 90 ദിവസം വരെ റിട്ടേൺ ചെയ്യാം. വാൾമാർട്ട് ഫുൾ റീഫണ്ട് ചെയ്യും. വാഹനം ഓടിക്കുന്നവർ എപ്പോഴും നടന്നു പോകുന്നവരെ റെസ്പെക്റ്റ് ചെയ്യുകയും അവർക്ക് കടന്നു പോകാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യണം. ഇവിടുന്ന് നമുക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ട്. ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം വിൽക്കുന്നൊരു ഏരിയയാണിത്. ഇത് വളരെ വലിപ്പമുള്ളൊരു ഷോറൂമാണിത്. ഇത് ക്ലോത്തുകളുടെ ഭാഗം. ഇത് കണ്ടോ, ബലൂണുകൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഈ കാണുന്നത് ഒരു ഹോം ഫർണിഷിംഗ് സ്റ്റോറാണ്. ഫർണിച്ചർ, ഹൗസ് വെയർ, ലൈറ്റ്സ് എന്നിവയെല്ലാം വിൽക്കുന്നൊരു കടയാണിത്. നമ്മുടെ വലസൈഡിൽ കാണുന്ന ഈ കടയുടെ പേരാണ് മൈക്കിൾസ്. ക്രാഫ്റ്റ് ചെയ്യാനും ആർട്സ് വർക്ക് ചെയ്യാനും ഒക്കെയുള്ള മെറ്റീരിയൽസ് വിൽക്കുന്ന കടയാണിത്. ഈ കാണുന്നതാണ് 99 സെൻറ്റ് കട. അവിടെ നിന്ന് എന്ത് സാധനം എടുത്താലും ഓരോ സാധനത്തിനും 99 സെൻറ്റ് വെച്ചേ ആവുള്ളൂ, $1 താഴെ. ഈ കാണുന്നത് ഒരു ഇന്ത്യൻ സ്റ്റോറാണ്. നമുക്ക് കുറച്ച് സാധനങ്ങൾ അവിടുന്ന് വാങ്ങാനുണ്ട്. നല്ല ഫ്രഷ് പച്ചക്കറികളും ഇന്ത്യൻ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇനി നമ്മൾ ബർഗർ കിങ്ങിലേക്കാണ് പോകുന്നത്. നമുക്ക് ബർഗർ കിങ്ങിൽ പോയി കുറേ ഭക്ഷണം വാങ്ങിച്ചാലോ? നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്തു. കുടിക്കാനുള്ള ഡ്രിങ്ക്സ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രഞ്ച് ഫ്രൈയും ചിക്കൻ സാൻഡ്വിച്ചുമാണ് ഇന്ന് വാങ്ങിച്ചത്. ഇതാണ് നമ്മൾ വാങ്ങിച്ച ചിക്കൻ സാൻഡ്വിച്ച്. ഇതാണ് നമ്മുടെ ഡ്രിങ്ക്സ്. വളരെയേറെ ഫലപുഷ്ടമായ കൃഷിഭൂമിയുള്ള ഒരു പ്രദേശമാണ് ട്രേസി. ഇവിടെ ധാരാളം മുന്തിരി, ഗോതമ്പ്, ചോളം, ഓറഞ്ച്, തക്കാളി എന്നിവ ധാരാളമായി കൃഷി ചെയ്യുന്നു. ട്രേസി സാൻ ജോക്കിൻ കൗണ്ടിയുടെ ഭാഗമാണ്. 1860കളിൽ യൂറോപ്യൻസ് ഇങ്ങോട്ട് കുടിയേറ്റം ആരംഭിച്ചു. അതോടെ ഇവിടുത്തെ തദ്ദേശീയരായിരുന്ന
യോക്കൂട്ടുകൾ ഇവിടം വിട്ടുപോയി. ട്രേസിയിൽ നിന്ന് 1.25 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ സാൻ ഫ്രാൻസിസ്കോയിലെത്താം. അതുപോലെ സാൻ ഹോസയിലെത്താൻ 1 മണിക്കൂർ മതി. സാക്രമെൻറ്റോയ്ക്ക് പോകണമെങ്കിൽ 1.25 മണിക്കൂർ മതി. ലാത്രോപ്പ് ജെ ട്രേസി എന്ന വ്യക്തിയാണ് ട്രേസി നഗരം സ്ഥാപിച്ചത്. നമ്മുടെ ഈ സൈഡിൽ കാണുന്നതെല്ലാം കാർ ഷോറൂമുകളാണ്. ട്രേസിയുടെ സമ്പത്ത് വ്യവസ്ഥ കൃഷിയിലും റെയിൽ റോഡുകളിലും അധിഷ്ഠിതമായിരുന്നു. ട്രേസിക്ക് ഒരു ഡിഫൻസ് ഡിപ്പോ ഉണ്ട്. അത് 2ാം ലോക മഹായുദ്ധ സമയത്ത് ഒരു പ്രധാന സൈനിക സ്ഥാപനമായിരുന്നു. ട്രേസിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല വീടുകൾ വാങ്ങിക്കാൻ സാധിക്കും. ഒത്തിരി വലിയ തിരക്കുകളൊന്നുമില്ലാത്ത ശാന്തസുന്ദരമായൊരു പ്രദേശമാണ് ട്രേസി. നമ്മുടെ മുന്നിൽ ഈ കാണുന്നതാണ് ട്രേസിയിലെ വെസ്റ്റ് വാലി മോൾ. 1995 ഈ മാൾ ഓപ്പൺ ചെയ്തത്. ഇത്രയും വലിയ മാളായിട്ടും എത്ര ശാന്തമാണ് ഈ പ്രദേശം എന്ന് നോക്കിക്കേ. ഈ കാണുന്നതാണ് മേസീസ് എന്ന ഷോറൂം. ഇതുപോലത്തെ 508 വേറെ ഷോറൂമുകൾ അമേരിക്കയിലുള്ള വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണിത്. ഈ ഷോറൂമുകളിൽ നിന്നും നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളും ഷൂ, ആഭരണങ്ങൾ, വാച്ചുകൾ, ഫർണിച്ചറുകൾ, അതുപോലുള്ള ധാരാളം സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ സാധിക്കും. കൊറോണയ്ക്ക് ശേഷം ഓൺലൈൻ ബിസിനസ്സുകൾ കൂടുതൽ സജീവമായി. അതിനു മുമ്പ് എല്ലാവരും ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ധാരാളം ആളുകൾ വരുന്നുണ്ട്. എന്നിരുന്നാലും കുറേ ആളുകൾ ഓൺലൈൻ പർച്ചേസ് എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഈ കാണുന്നത് ബെർലിംഗ്ടൺ എന്ന ഷോറൂമാണ്. ഇതുപോലത്തെ 1000 ഷോറൂമുകൾ ഇവർക്ക് വേറെയുമുണ്ട്. ഡ്രസ്സുകൾ, ആഭരണങ്ങൾ, ഷൂസ്, ഫർണിച്ചർ, ടോയ്സ് ഇതൊക്കെയാണ് ഇവർ വിൽക്കുന്നത്. ഈ കാണുന്ന ഹോബി ലോബി എന്ന ഷോറൂം ആർട്സ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഷോറൂമാണ്. ഹോം ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ, ക്രാഫ്റ്റ് വർക്കിന് വേണ്ട സാധനങ്ങൾ, ഫാബ്രിക്സ് എന്നിവയൊക്കെയാണ് ഇവർ വിൽക്കുന്നത്. 1001 ഷോറൂമുകൾ ഇവർക്ക് അമേരിക്കയിൽ പല സ്ഥലങ്ങളിലായി ഉണ്ട്. ഈ കാണുന്ന ഷോറൂമാണ് ടാർഗറ്റ്. 1948 ഷോറൂമുകൾ അമേരിക്കയിൽ പലയിടത്തായി ഉണ്ട്. ടാർഗറ്റ് സാധനങ്ങൾ വളരെ വിലക്കുറച്ച് വിൽക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു ഷോറൂമാണ്. ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, ജുവലറി, ബ്യൂട്ടി പ്രൊഡക്ട്സ്, ഇലക്ട്രോണിക്സ് തുടങ്ങിയ വളരെയേറെ ഐറ്റംസ് വിൽക്കുന്ന വലിയൊരു ഷോറൂമാണിത്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഒരു കാർ ഡീലർഷിപ്പിലൂടെയാണ്. ക്രൈസ്ലർ, ഡോഡ്ജ്, റാം, ജീപ്പ് എന്നീ വാഹനങ്ങളുടെ ഡീലർഷിപ്പാണിത്. ഉപയോഗിച്ച വാഹനങ്ങളും പുതിയ വാഹനങ്ങളും ഇവിടെ വിൽക്കുന്നുണ്ട്. എന്തോരം കാറുകളും SUVകളും ഇവിടെ വിൽക്കാനായിട്ടെങ്ങനെ നോക്കി. നമ്മൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇത്രയും നേരം എന്നോടൊപ്പം യാത്ര ചെയ്തതിന് നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു.